പഴയ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയേ, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാനിവിടെ ഒരുവിധം സുഖമായിരിക്കുന്നു. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ ഇന്നലെ തൊട്ട് ചാറി ചാറി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ജംഗ്ഷന് വരെ പോയായിരുന്നു. എനിക്ക് കറണ്ട് ചാർജൊക്കെ അടയ്ക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഒത്തിരി താമസിക്കുന്ന ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ഇപ്പം ഞാനൊരു സാമ്പാറിന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഞ്ഞി അടുപ്പയിലോട്ടിട്ടു, സാമ്പാർ വയ്ക്കാനെ കൊണ്ട് പരിപ്പ് അടുപ്പയിലോട്ടിട്ടു. അപ്പോൾ വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പം വളരെ കുറച്ച് മതിയല്ലോ. ഇവിടെ പച്ചമുളക് കൂടെ നമുക്ക് എടുക്കാം. പച്ചമുളക് ഇടുന്നതുണ്ടോ? ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചേക്കുകയാണ് പച്ചമുളക്. അതെങ്ങനെ ഇടുന്നതെന്നറിയാമോ? എൻ്റെ വയറങ്ങ് കീറും. കണ്ടോ? ഇത് കഴുകി വൃത്തിയാക്കി വിട്ടേക്ക് ഉണക്കി വെച്ചേക്കുന്നതാണ്. എന്നാലും സാരമില്ല, നമുക്ക് 2-3 പച്ചമുളക് എടുക്കുക, വീണ്ടും കഴുകി അരിയും. ഇതാകുമ്പോഴേ ഫ്രിഡ്ജിലുണ്ടല്ലോ ഒതുങ്ങി അങ്ങ് ഇരുന്നോളും. ഇതേ എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന മാർഗമാണ്. എന്നോട് പറഞ്ഞ് ഇതുപോലെ വെള്ളക്കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാമെന്ന്. അപ്പോൾ ഞാൻ അമ്മാരം തൊട്ട് കുപ്പിക്കകത്താണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് കുപ്പിയിലോട്ട് ഇങ്ങനെ നെടുക, ഒരു പിച്ചാത്തിയും കൊണ്ട് ഇങ്ങനെ കീറുക, അതിൻ്റെ വയറ് തുറക്കുക. നമ്മളെ പഴുത്ത തക്കാളിക്കാണേലും അതിൻ്റെ അകത്തിട്ട് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴുകി ഉപയോഗിക്കാം. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞ് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോഴേ ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. സാമ്പാറിൻ്റെ അടുപ്പയിലോട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിന് സ്വല്പം ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കാം. ഇപ്പോഴേ കഞ്ഞി അടുപ്പയിൽ ഇട്ട് അത് തിളച്ചു. ഇപ്പോഴും സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറിയെല്ലാം ഞാൻ കുക്കറിലോട്ടിട്ട്, ഈ കുക്കറിലോട്ടിട്ട് ഇതെല്ലാം ഒന്ന് വേകട്ടെ. അപ്പോൾ പിന്നെ ഞാൻ മസാല ചേർത്ത് കൊടുക്കും. ഇപ്പോഴും സാമ്പാറിനിട്ടതിൻ്റെ ബാക്കി ഒരു ഉരുളക്കിഴങ്ങ് ഇരുന്നു. ഞാനപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ പച്ചമുളക്, ഒരു സവാള, ഒരു ചെറിയ സവാള, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒരു തോരൻ തയ്യാറാക്കാം. കഴിഞ്ഞ ദിവസം വെച്ച അവിയൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോഴേ ഇന്നലെ വെച്ച മീൻ തോരനും ഞാൻ ഫ്രിഡ്ജിൽ വിളമ്പി വെച്ചിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോഴേ ഞാനിവിടെ തോരനൊക്കെ തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ടി ഒന്ന് കടുക് വറുക്കാം. കടുക് വറക്കുക തന്നെയല്ല, ഇതിൻ്റെ അകത്ത് മസാലയോട് വഴറ്റണം. അപ്പോൾ ഞാൻ ഇത് വേവിച്ച് വെച്ചിരുന്നു. ഇവിടെ നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചൂടാകട്ടെ, ഒന്ന് തിളയ്ക്കട്ടെ. ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്വല്പം കൂടെ കഴിഞ്ഞ് നമ്മൾ കടുക് വറുത്ത് വെച്ചിട്ടിരിക്കുന്നത് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉറയൊഴിച്ച് വെച്ചിരിക്കുന്ന കട്ട തൈരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഹായ് കൂട്ടുകാരെ, അപ്പോഴേ ഇന്നത്തെ എൻ്റെ ലഞ്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോഴേ ഈ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായി കാണുന്ന കൂട്ടുകാർ. അല്ലാത്ത കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ, താങ്ക് യു.